അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദു സാലിഹീൻ ക്ലാസ്. മുസ്ലിമീങ്ങളെ ഹഖ്, അതുപോലെ അങ്ങനെയുള്ള ഹക്ക്, അങ്ങനെയൊക്കെ കരുണ കാട്ടുക, കൃപ കാട്ടുക, ഇതിനെ സംബന്ധിച്ച് വിവരിച്ചു വന്നോട്ടുള്ള 230-ാമത്തെ ഹദീസ് ആയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ചൊല്ലുന്നത് ഖാലത്ത് നഹാഹുമുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ വിസാലിനെ തൊട്ട് വിരോധിച്ചത്. വിസാൽ നിങ്ങൾ ഇണ്ട് നോമ്പ് പിടിച്ചിട്ട് മഗ്രിബാകുമ്പോൾ നോമ്പ് തറക്കില്ല, പിറ്റാണ്ട നോമ്പ് കണ്ടിന്യൂ ആക്കല്, അതിനിടയിൽ എന്തും തിന്നില്ല. അപ്പൊ ഇതായിട്ട് വിസാല്, ഇത് ചെയ്യണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചത്. റഹ്മത്തല്ലവും അങ്ങനൊക്കെ കൃപ കാട്ടിയിട്ടായിട്ട് കരുണ കാട്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഫഖാല, അപ്പൊ സഹാബാക്കൾ കേട്ടത് ഇന്നക തുവാസുലു, നബിയെ നിങ്ങൾ വിസാലാക്കിടാറല്ലേ, ഒരു നാല് നോമ്പായിട്ട് പിറ്റാണ്ട് നോമ്പ് കണ്ടിന്യൂ ആക്കിടാറല്ലേ, എന്നും തിന്നാണ്ട്. നബി തങ്ങൾ ഇന്നീ ലസ്തു കൈഹത്തിക്കും, ഞാൻ നിങ്ങളെ അയ്യഹത്ത് പോലെയല്ല, ഞാൻ നിങ്ങളെ പോലെയല്ല. എന്തേ? ഇന്നീ അബീത്തു, ನಾನು രാത്രി താമസിക്കടെ, യുത്ഇമുനി റബ്ബി, നന്റെ റബ്ബനക്ക് ആഹാരത്തെ തന്റെ, വയസ്കീനി, നന്റെ റബ്ബനക്ക് പാനീയത്തെ കുടിപ്പിക്കുക. മുത്തഫഖുൻ അലൈഹി. എന്താ അതിന്റെ അർത്ഥം? ഇമാം നവവി തന്നെ വിവരിക്കുന്നു, മഅനാഹു യജ്അലു ഫിയ ഖുവത മൻ അകല വശരിബ. അല്ലാഹു തആല നക്ക് ഒരു ആഹാരത്തിൻ്റെയും തന്നി കുടിച്ചോണ്ടെയും ശക്തി, കൂവത്ത്, ആരോഗ്യം എന്റെ തടിൽ അല്ലാഹു ആക്കി തണ്ടാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസാല ചെയ്തിട്ടാകുമ്പോ സ്വഹാബാക്കളെ വിസാല ചെയ്യുക നബി വിട്ടില്ല. നോമ്പ് മുറിക്കാണ്ട്, നോമ്പ് അതായത് നോമ്പ് തീന്ത് മഗ്രിബാവുള്ളൂ കൂടെ, പക്ഷെ നോമ്പ് ഒരിക്കലെ തിന്നെടുത്തോ കുടിക്കരുതോ ഒന്നും ചെയ്യാണ്ട് പിറ്റാണ്ട് അതേപോലെ നോമ്പ് കണ്ടിന്യൂ ആക്കിയിട്ടുണ്ട്. ഇത് ചെയ്യണ്ട എന്ന് സ്വഹാബാക്കളെ വിരോധിച്ചാണ്ടാകുമ്പോൾ നിങ്ങത് ചെയ്താറല്ലേ, ഞാൻ ചെയ്തെങ്കിൽ ഞാൻ നിങ്ങളെ പോലെയല്ല. അത് നബി തങ്ങൾ ഇന്നീ ലസ്തു കൈഹത്തിക്കും, ഞാൻ നിങ്ങളെ അയ്യഹത്ത് പോലെ, ഞാൻ നിങ്ങളെ പോലെ അല്ല. ഞാൻ ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടാൽ തന്നെ, പക്ഷേ എന്തല്ല, സാധാരണ മനുഷ്യരെ പോലെയല്ല എന്നുള്ളത്. ഇന്നമാന ബശറും മിത്ലുക്കും, ഖുർആനിൽ ചെന്ന് ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ, ഇവിടെ ചെന്ന് ഞാൻ നിങ്ങളെ പോലെ അല്ല എന്നുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുടെ മോനോ മലക്കോ ജിന്നോ ഒന്നുമല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ വിശ്വസിച്ചത്? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നസാറാക്കൾ വിശ്വസിച്ചത് അള്ളാഹുടെ മോനുണ്ടും ചെറിയ പടച്ചോണുണ്ടും ഇങ്ങനെയൊക്കെ പലത്. അപ്പൊ അങ്ങനെയല്ല, അങ്ങനൊന്നും വിശ്വസിക്കാൻ ഞാൻ അള്ളാഹുടെ അടിമ, നാനും ഒരു മനുഷ്യൻ തന്നെ. ഇന്നമാന ബശറും മിത്ലുക്കും, നാനും നിങ്ങളെ പോലത്തെ, നിങ്ങൾ മനുഷ്യർ നാനും മനുഷ്യർ, നാനും ഒരു ഉമ്മ പെത്ത മോന് എന്നർത്ഥം, മലക്കല്ല ജിന്നല്ല എന്നർത്ഥം. അതേ സമയത്ത് മറ്റുള്ള മനുഷ്യരെ പോലെയല്ല എന്ന് ചൊന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല വിശേഷണങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നായിട്ട് ഞാൻ എന്ത് തിണ്ടില്ലെങ്കിലും അള്ളാഹു തആല നക്ക് തിണ്ടതിരെയും കുടിച്ചതിരെയുള്ള താക്കത്ത് നക്ക് തരും. അതുകൊണ്ട് ഞാൻ വിശാല ചെയ്തിട്ട് നിങ്ങൾ വിശാല ചെയ്യണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യൻ തന്നെ, അതേ സമയത്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തി എന്നും അല്ലെ. ഇപ്പൊ കല്ലുകളെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നു, ദുനിയാവിൽ എത്രയല്ല കല്ലുണ്ട്, പക്ഷെ എല്ലാ കല്ലും ഒരുപോലെ അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യൻ തന്നെ, പക്ഷെ മനുഷ്യൻ തന്നെ എന്ന് ചൊല്ലുമ്പോ സാധാരണ മനുഷ്യനല്ല. എല്ലാ കല്ലുകളും ഒരുപോലെയല്ല. യാക്കൂത്ത് കല്ലുകളിടയിൽ എങ്ങനെ മഹത്വമുണ്ട്. കല്ലുകൾക്കിടയിൽ യാക്കൂത്ത് കല്ലുകൾ, പക്ഷെ കല്ല് എന്ന പേരിൽ വന്നെങ്കിലും യാക്കൂത്ത് കല്ലുകൾ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതൊക്കെ സ്ഥാനമുണ്ട്. എന്നതുപോലെ തന്നെ മനുഷ്യന്മാർ എല്ലാവരും ഒരുപോലെയല്ല. മനുഷ്യന്മാർ എല്ലാവരും ഒരുപോലെ അള്ളാഹു പടച്ചിട്ടില്ല. അത് കളറിൽ പടച്ചിട്ടില്ല, താക്കത്തിൽ പടച്ചിട്ടില്ല, ആരോഗ്യത്തിൽ പടച്ചിട്ടില്ല, ബുദ്ധിയിൽ ഒരുപോലെയല്ല, പിന്നെ സ്വഭാവത്തിൽ ഒരുപോലെയല്ല, നടത്തത്തിൽ ഒരുപോലെയല്ല, സമ്പത്ത് കൊടുത്തതിൽ ഒരുപോലെയല്ല, വ്യത്യാസമായിട്ട് എല്ലാ നിലക്കും അള്ളാഹു താല പൂർണ്ണമാക്കി ബുദ്ധിയും ശരീരവും എല്ലാം അള്ളാഹു താല ഭർത്തിയാക്കി കൊടുത്തത് അള്ളാന്റെ അമ്പിയാക്കന്മാർക്കായിട്ട്. ആ അമ്പിയാക്കന്മാർ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പിലെല്ലാം ആയിട്ട്. അതിലും മുർസലീങ്ങൾ അതിനേക്കാളും ടോപ്പിലും.
അതിനേക്കാളും ടോപ്പിൽ ഖുർആനിൽ പേര് ചൊന്ന 25 നബിമാർ, അതിനേക്കാളും ടോപ്പിലും ഉലുൽ അസ്മ, അതിനേക്കാളും മേലെയായിട്ട് അങ്ങനെ ലീഡറായിട്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതാ നബി തങ്ങൾ എന്തല്ല മറ്റുള്ള ആൾമാരെ പോലെയല്ല. നബിക്ക് ചില പ്രത്യേക നിയമങ്ങളുണ്ട്, ചില പ്രത്യേക രീതികളുണ്ട്, അവിടുത്തെ മോജിസത്തുണ്ട്, അവിടുത്തെ പ്രത്യേകമായ ചില ഇബാദത്തുകളുമുണ്ട്. അത് മറ്റുള്ളവർക്ക് ബാധകല്ല. നബി തങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുമ്പോ ഞങ്ങളെ പോലെ മനസ്സിലാക്കത്തില്ല, അത് അബദ്ധത്തിൽ തോട്ടും. 231 ഹദീസ് വൻ അബീ ഖതാദ. അപ്പൊ ഞങ്ങൾ എന്തേ നബി തങ്ങൾ ഉമ്മത്തിങ്ങളുടെ കരുണ കാട്ടിയിട്ടുണ്ട്, എന്തേ വിശാല ചെയ്യുക അങ്ങനെ പൊട്ടില്ല നബി തങ്ങൾ ചെയ്തിട്ട്. وعن أبي قتادة الحارث بن ربيع رضي الله عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നി ലഅഖൂമു ഇല സ്വലാ, നിശ്ചയമായിട്ടും ഞാൻ നിസ്കാരത്തിക്ക് നിൽക്കണേ. ഒരീദാൻ ഉതവ്വില ഫി, ആ നിസ്കാരത്തിൽ നീട്ടി നിസ്കരിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കണേ. ഫഅസ്മഉ ബുകാ സബി, അപ്പൊ കുട്ടിയുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു. ഫതജവ്വസു, ഞാൻ എന്താക്കുന്നു നിസ്കാരത്തെ ചുരുക്കുന്നു. ചെറിയ സൂറത്ത് ഫി സലാത്തി, എന്റെ നിസ്കാരം കറാഹിയത്ത, അത് വെറുത്തതിന് വേണ്ടി. അശുക്കല ഉമ്മിഹി, ആ കിടാവിടെ ഉമ്മയുടെ മേലെ ബുദ്ധിമുട്ടാവുകൊണ്ട് പേടിച്ചിട്ട്. റവാഹുൽ ബുഖാരി. അപ്പോ പരവത്തനിന്റെ ആൾമാറിൽ കൂട്ടത്തിൽ ഉമ്മമാർക്ക് ഞാൻ കുറെ നീട്ടി നിസ്കരിക്കുമ്പോ നിന്റെ പർവത്തനിന്റെ ഉമ്മമാർക്ക് ബുദ്ധിമുട്ടാവുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ നിസ്കാരത്തെ ചുരുക്കല എന്നുള്ളത്. ചുരുക്കല എന്നതിനർത്ഥം ചെറിയ സൂറത്ത് ഓതി ഞാൻ നിസ്കരിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായില്ലേ പെണ്ണുങ്ങൾ പള്ളിക്ക് വന്ന് ഇന്നറ് എന്ന് അങ്ങനെ ചൊല്ലുവാറല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്തൊക്കെ മദീനത്തേക്ക് വന്നൽ പിന്നായിട്ട് ജുമയും ജമാഅത്തെല്ലാം നിലനിർത്തി. അപ്പൊ ആ ജുമയും ജമാഅത്ത് നിലനിർത്തുമ്പോ അണ്ട് ആരെന്നറ് കുറഞ്ഞ ആൾമാരെ നബിയുടെ പിന്നിൽ നിന്നത്. കൂടുതൽ ഇസ്ലാം ആൾമാർ ചേരിയിട്ടില്ല. ആദ്യ കാലങ്ങളിലൊക്കെ ആണും പെണ്ണും പരസ്പര കൂടുകുത്തീറ പലക്കറയുത്തീറ അന്യ ആണ് അന്യ പെണ്ണ് എന്നുള്ളൊരു നിയമം ഇല്ലത്. അതിൽ പിന്നെ ആയിട്ട് നിയമം വേണ്ടത് എതിരെ ആണും പെണ്ണും പരസ്പര അന്യ ആണും പെണ്ണും പരസ്പര കൂടകോ കലറോ പലക്കറയോ തീറ എന്നുള്ള നിയമം വേണ്ടേ അതിൽ പിന്നെ ആയിട്ടിക്കടെ. അപ്പൊ ആ നിയമം വേണ്ടതൊക്കെ മുന്നലായിട്ട് പെണ്ണുങ്ങൾ എന്താക്കിയെന്നാറ് പള്ളിക്ക് വന്നിരുന്നാറ് ജമാഅത്തായി നിസ്കരിച്ചെന്നാറ്. അപ്പൊ അന്യ ആണും പെണ്ണും നോക്കത്തീറ ഒട്ടുക്ക് നിക്കോത്തീറ എന്നുള്ള നിയമം ഇല്ലത്. അപ്പൊ ആദ്യകാലത്ത് പെണ്ണുങ്ങൾ പള്ളിക്ക് വന്നിരുന്നാറ്. പിന്നെ ആയിട്ടിക്കട് പെണ്ണുങ്ങൾ അങ്ങനെ വീട് ഉത്താമ അതുകൊണ്ട് അങ്ങ് പറണ്ട, അല്ല ഉത്ത് നിസ്കരിക്കട്ടെ, അതായിട്ട് ഞങ്ങൾക്ക് ഹൈറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത്. അപ്പൊ ആദ്യകാലത്ത് വന്നിരുന്നത്. അപ്പൊ പെണ്ണുങ്ങൾ പള്ളി വന്ന ഹദീസുകളൊക്കെ കാണും. ആ കണ്ടതിനർത്ഥം ഈ പെണ്ണുങ്ങള് പള്ളിക്ക് പറണ്ടാന്ന് ചെന്നത് ഇപ്പൊ ഒരു റായത്ത് ബാങ്ക് കൊടുക്കുമ്പോ ആ റായത്തെ ആണുങ്ങളൊക്കെ ജമാഅത്ത് നിസ്കരിക്കുക പള്ളിക്ക് പറഞ്ഞു. പെണ്ണുങ്ങൾ പറണ്ട, അങ്ക് അവത്തിൽ വെച്ചിട്ടായിരിക്കും നിസ്കരിക്കേണ്ടത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഇവിടെ ചൊന്നില്ലേ ആദ്യകാലത്ത് പെണ്ണുങ്ങൾ വന്നിരുന്നത്. അത് ഈ ഹിജാബിയുടെ ആയത്ത് പണ്ടതിക്ക് മുന്നലായിട്ടിരിക്കുന്നു. മുന്നലെല്ലാം പെണ്ണുങ്ങൾ എന്താക്കിയെന്നത് ഇത് ശരീര ഇടി മറക്കൊണ്ടിട്ടുള്ള നിർബന്ധ കൽപ്പന എന്തില്ല. അപ്പൊ ആണിങ്ങളോട്ട് എന്താക്ക ആണിങ്ങളെ പോലെ പെണ്ണിങ്ങ പറത്തും പറ നോക്ക പലക്കറയ ഇങ്ങനെ മറയണം എന്നുള്ളതില്ല. പിന്നെ ആയിട്ട് ഈ നിയമം വേണ്ടത് പെണ്ണുങ്ങള് മറയണം എന്നുള്ളത്. ആ നിയമം വന്നാൽ പിന്നെ നബിയുടെ സ്വഹാബാക്കളൊക്കെ പെണ്ണുങ്ങള് ആ കാലഘട്ടത്തിൽ എന്താക്കിയാറ് മറഞ്ഞു നിന്നാറും. പിന്നെ ആറും നബിയുടെ സ്വഹാബാക്കളൊക്കെ പൂർണ്ണമായിട്ടും ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ കൽപ്പന. അതല്ല അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന സ്വഹാബിയൊക്കെ പറയുമ്പോൾ നബി തങ്ങ പെഞ്ഞായിട്ടിട്ട് രണ്ട് പെഞ്ഞായിമാരുണ്ടാവും. ഒന്ന് മൈമുന ബിയും സഫിയ ബിയും കണ്ട് ജന്മ നീ പോയിട്ട് മറഞ്ഞു നിക്കോറും ഔത്രൽക്ക് പോറും. അത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം പണ്ട് കണ്ണു കാണാത്ത സ്വാമി. അപ്പൊ ചെന്നാൽ അയാൾക്ക് കണ്ണ് കാണില്ലല്ലോ. അയാൾ കാണില്ലെങ്കിൽ നിങ്ങൾക്ക് കാണ്ടല്ലേ എന്നുള്ളത്. അയാൾക്ക് കാണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണ്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾ മറഞ്ഞു നിൽക്കോളൂ എന്നുള്ളത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾക്ക കടത്തി. അപ്പൊ അത് പിന്നെ ആയിട്ട് ആ നിയമം വേണ്ടത്. അപ്പൊ അതൊക്കെ മുന്നൽ ആ നിയമം ഇല്ല. അപ്പൊ ആ നിയമം വേണ്ടതുക്ക് മുതൽ പെണ്ണിങ്ങ പള്ളിയിൽ വന്ന സംഭവം ഉണ്ട്. അപ്പൊ നിസ്കരിക്കുമ്പോഴത്തേക്ക് മദീനത്തെ ചുറ്റുഭാഗത്തിൽ പള്ളിയുടെ പരിസരത്തിൽ അവങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്ന് മക്കൾ മുൻപുണ്ടെന്ന് കേൾക്കുമ്പോൾ ഇവിടെ കൂടുതൽ നിസ്കരിക്കുമ്പോൾ കറവത്തനിന്റെ ഉമ്മമാർക്ക് അത് ബുദ്ധിമുട്ടാവും എന്ന് പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കി നിസ്കാരത്തെ ചുരുക്കി തീർന്നുള്ളതാണ്. അപ്പൊ പെണ്ണുങ്ങൾ പള്ളി വന്നറ് എന്നുള്ളത് ഹദീസുകളിലുണ്ട്. വന്നിടറ് ഇല്ലാണ്ട് അതാ ഇസ്ലാമിന്റെ ആദ്യകാലത്ത്. വഖർനഫി ബുയൂതികുന്ന അങ്ങനെ ഔത്രൽക്ക് ഒതുങ്ങി നിക്കട്ട്. വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊല,
ഈക്ക് മുന്നൊരു ജാഹിലിയ കാലഘട്ടങ്ങളിലൊക്കെ അന്യ ആണ് പെണ്ണ് എന്നുള്ള ഇതില്ലാണ്ട് കലങ്ങിയത് ഇടക്കലർന്ന് ജീവിച്ചതുപോലെ എണ തീരായി എന്ന നിയമം വന്നത് പിന്നെ എത്തിക്കല്. ആ ബന്ധൽ പിന്നെ എത്തിക്കിട്ട് പെണ്ണുങ്ങ പള്ളിക്ക് പറണ്ട അങ്ങനെ ഇത് ഹദീസുകളിൽ തന്നെ ഉണ്ടല്ലോ, അങ്ങനെ ഔത്തിൽ വെച്ച് നിസ്കരിക്കലാണ് എനിക്ക് ഏറ്റവും ഉത്തമം എന്നുള്ളത്. അപ്പൊ പെണ്ണുങ്ങളെ ആവശ്യം ഇപ്പൊ ഭർത്ത് നിസ്കരിക്കണ്ട എന്നാണ്. ചില ആൾമാരൊക്കെ മക്കത്ത് മദീനത്ത് എല്ലാം പോകണ്ടില്ലേ, പെണ്ണിങ്ങ ഭർത്തൃ ഉൾക ഔത്ര ഭർത്തിഞ്ഞ് നിസ്കരിക്കോ ഇല്ലാണ്ടല്ല, പെണ്ണുങ്ങള് നിസ്കരിക്കുക. ഇപ്പൊ ഒരു ജുമാ ജമാഅത്ത് ഒരു റായത്ത് ബാങ്കാകുമ്പോ പെണ്ണുങ്ങൾ എന്താക്കണം, ആണുങ്ങൾ എന്താക്കണം? ബാങ്കാകുമ്പോ ആണുങ്ങളൊക്കെ പള്ളിക്ക് പറഞ്ഞു. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞ ഔത്ര ഉൾകായിട്ടിക്കണം എനിക്ക് ഉത്തമ ഹൈറ് എന്ന ഹദീസുകളില്. അപ്പൊ ഭർത്ത് ഒരു പെണ്ണുങ്ങൾ അജ്ജിക്ക് പോയിട്ട് അല്ലെ ഉമ്രത്ത് പോയിട്ട് അപ്പൊ പോകുമ്പോഴത്തേക്ക് നിസ്കാരത്തെ സമയമാകുമ്പോ നിസ്കരിക്കേണ്ട ജാഗയിൽ അങ്ങനെ നിസ്കരിക്കേണ്ട പണ്ട് അപ്പൊ നിസ്കരിക്കണം. ഈ പെണ്ണ് ജുമാ ജമാഅത്തേക്ക് ബറവ് തീരാൻ ചെന്നത് ഉടയായിട്ടിട്ട്, അല്ലാണ്ട് ഇപ്പൊ അതിനർത്ഥം ഹജ്ജിക്ക് പോയവരൊക്കെ പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കുന്നുണ്ടല്ല. അങ്ങനെ ഔത്ര പുറത്ത് ഒരു ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തെ സമയമാകുമ്പോ എവിടെ നിസ്കരിക്കുന്ന സൗകര്യം അവിടെ പെണ്ണുങ്ങൾക്ക് എവിടെ സൗകര്യം അവിടെ പോയിട്ട് അങ്ങനെ നിസ്കരിക്കണ്ടേ, അത് നിസ്കരിക്കണം. അതേ സമയത്ത് ജുമാ ജമാഅത്ത് ആണുങ്ങൾ ഇരിഞ്ഞ് പറയും പോലെ പെണ്ണുങ്ങൾ പറകില്ല എന്നായിട്ട്. അപ്പൊ വന്ന സംഭവങ്ങളൊക്കെ ഹിജാബിയുടെ ആയത്ത് ബണ്ടതുക്ക് മുന്നർ, ഈ നിയമം ബണ്ടതുക്ക് മുന്നറായിട്ട് അതിൽ പിന്നെ വന്നിട്ടില്ല. അതുകൊണ്ടായിട്ട് ഉമ്മു ഹമീദിന് സായിദി എന്ന പെണ്ണുങ്ങൾ വന്ന നബി തങ്ങളോട്ട് കേട്ടത്, ഞാൻ പള്ളിയുടെ പറവത്തില് നിങ്ങളെ മാമൂമായി നിസ്കരിക്കണ്ട, പള്ളിയിൽ തന്നെ നിങ്ങളെ പിന്നിലായി മാമൂമായി നിസ്കരിക്കട്ടായിട്ടപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ ആണ് നിങ്ങളെ ഔത്ര ഉൾഗ വെച്ച് നിസ്കരിക്കാൻ നിങ്ങൾക്ക് ഹൈറ്, ഔത്ര ഉൾഗത്തുള്ള അറയിലുണ്ടെങ്കിൽ അവിടെ വെച്ച് എത്ര ഒതുങ്ങത്തിയോ അത്ര ഒതുങ്ങി നിസ്കരിക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. അതുകൊണ്ട് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് കാലം ഏറ്റവും ഉത്തമം ഔത്തിൽ വെച്ച് നിസ്കരിക്കാൻ തന്നെയാണ്. അപ്പൊ വന്നത് എന്നുള്ളതൊക്കെ ആ ഈ ആയത്തുകൾക്ക് മുന്നോട്ടുള്ള സംഭവങ്ങളായിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 1200 വർഷങ്ങൾക്ക് മുന്നേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ചൊക്കെ ഇഖ്തിലാഫുൽ ഹദീസിൽ വിവരിച്ചതായിട്ട് പെണ്ണുങ്ങൾ പള്ളിക്ക് വന്ന സംബന്ധിച്ചും ബറമ്പത്തെ തടഞ്ഞ വിഷയവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആതിക ബീവി പള്ളിക്ക് വന്നിട്ടാകുമ്പോ അടിച്ച വിഷയം. ആതിക ബീവി റളിയല്ലാഹു അൻഹു പള്ളിക്ക് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞില്ലേ, അടിച്ചില്ലേ? അപ്പോ ഇങ്ങനെ കേക്കട്ടെ, പെണ്ണുങ്ങ ആതിക ബീവി പള്ളിക്ക് വന്നിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞ വിഷയം ഇങ്ങനെയില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞില്ല അത്. അപ്പോ സ്വഹാബാക്കൾ അങ്ങനെ ഏറ്റിക്കരുത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അനുസരിച്ച് ജീവിച്ചാണ്. അപ്പൊ അങ്ങനെ ബറണ്ട എന്ന് പിന്നെ പെണ്ണുങ്ങൾ പള്ളിക്ക് വന്നിട്ടില്ല എന്നായിട്ടിക്കട് ബറണ്ട അങ്ങനെ ഹൈർ അങ്ങനെ ആവായിട്ടിക്കട് അതായിട്ടിക്കട് എനിക്ക് ഉത്തമം എന്നുള്ളത് ഹദീസുകളിൽ വ്യക്തമല്ലേ. സലാത്തുന്ന ഫീ ബുയൂത്തിന്ന ഖൈറുൻ ലഹുന്ന അഫ്ളൽ ലഹുന്ന, പെണ്ണുങ്ങൾ അങ്ങനെ വീടായിട്ടിക്കട് ഉത്തമം എന്നുള്ളത്. ഇൻഷാല്ലാ ബാക്കി ഹദീസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇവിടെ എന്തായിട്ട് വന്ന നബി തങ്ങൾ കരുണ കാട്ടിത്ത് ഉമ്മത്തിങ്ങളൊട്ടിയെ അല്ലെ തന്റെ അനുയായികളൊട്ടിയെ കൃപ കാട്ടിത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.